മറ്റൊരു വ്യക്തിയോടെന്ന പോലെ തന്നെ അക്ബറിനോട് സംസാരിക്കാൻ ബിഗ് ബോസ് അക്ബറിനെ വിളിച്ചിട്ടുണ്ട്. അക്ബർ സംസാരിക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. തുടക്കം മുതൽ ഈ നിമിഷം വരെയുള്ള യാത്രയുടെ ഒരു ചെറു വിവരണമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. ഒപ്പം അക്ബറിനൊരു ആശംസ നേരലും നടത്തണമെന്ന് പറയുന്നുണ്ട്. മനസ്സിലുള്ള എല്ലാ ഇമോഷൻസും ഇപ്പോൾ ഇവിടെ ഇറക്കി വെക്കാം. ഇത് എത്രമാത്രം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയത്തില്ല ബിഗ് ബോസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുന്നുണ്ട്, അക്ബർ മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് പറയും. അതിനായി ഒരു പ്രിപ്പറേഷനും ആവശ്യമില്ല. അക്ബർ, എനിക്ക് ഒരുപാട് പ്രൗഡായിട്ട് തോന്നുന്നുണ്ട് നീ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നതിനകത്ത്. കാരണം നീ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടതയിൽ നിന്നാണ് നീ ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. പാട്ട് പഠിച്ച് പാട്ടുകാരനാണെന്ന് കുടുംബക്കാരുടെ നാട്ടുകാരുടെ ഇടയിൽ നീ കാണിച്ച അവസരങ്ങൾ നേടിയെടുത്ത് 3.5 കോടി ജനങ്ങൾ കാണുന്ന ഇങ്ങനെയൊരു ഷോയിൽ പങ്കെടുത്ത് ഇതുവരെ കണ്ട ഒരു അക്ബറിനെ അല്ല നമ്മൾ ആ ഒരു റൂമിൽ, ആ ഒരു ഡാർക്ക് റൂമിൽ മിററിൻ്റെ ഫ്രണ്ടിൽ നിന്ന് പറയുന്ന അക്ബർ അവിടെ വീട്ടിൽ കാണിച്ചതിനെക്കാട്ടി ഭയങ്കര ഇതായിട്ടുള്ള സംസാരവും സൗണ്ടുമാണ് വരുന്നത്. നീ വലിയൊരു ഗെയിമറാണ്. ഇതുവരെ മ്യൂസിക് ഫീൽഡിൽ പോലും ഇത്രയും നല്ല ഒരു ഗെയിമർ ഇല്ലെന്നാണ് പറയുന്നത്. അക്ബർ പറയുന്നത്, ക്യാരക്ടർ അസാസിനേഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും തളരാത്ത ഒരാളാണ് അക്ബർ. നീയാണ് ഇവിടുത്തെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് കണ്ടസ്റ്റൻറ്റ്. ബിഗ് ബോസ് സീസൺ 7 ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻറ്റ് നീയാണ് അക്ബർ. നിന്നെ ഏതെല്ലാം തരത്തിൽ എന്തെല്ലാം മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയൊക്കെ ചെയ്തെടുത്ത് നീ തളർന്നിട്ടില്ല. ഈ 97ാമത്തെ ദിവസം വരെ നീ എത്തി നിന്നിട്ടുണ്ടെങ്കിൽ നീ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റാണ്. നിന്നെപ്പോലെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ് ഇവിടെ മറ്റാരുമില്ലെന്നാണ് അക്ബറിനോട് തന്നെ മിററിൽ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറയാനാണല്ലോ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് അക്ബർ പറയുന്നത്, ഏറ്റവും കേരള ജനത അംഗീകരിച്ച ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അപ്പാനിയും നീയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. ഗെയിം എന്താണെന്ന് തുടങ്ങുന്നതിന് മുമ്പേ ഇവിടുന്ന് ഫ്രണ്ട്ഷിപ്പ് കൂടി ഇവിടുന്ന് പോകേണ്ടി വന്ന ഒരാളാണ് അപ്പാനി. ഒരിക്കലും നിന്നെ പിന്നിൽ നിന്ന് കുത്തിയോ ഒന്നും ചെയ്യാത്ത ഏറ്റവും നല്ലൊരു ഫ്രണ്ടിനെ നിനക്ക് കിട്ടി. അത്രയും ഒരു ക്വാളിറ്റി ഫ്രണ്ടിനെ നിനക്ക് ഇവിടുന്ന് സൃഷ്ടിക്കാൻ നിനക്ക് പറ്റി. ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതിനും ക്വാളിറ്റി ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നതിനും നീ മാത്രമാണ് ഏറ്റവും നല്ലത്. നീയാണ് ഇവിടുത്തെ ഏറ്റവും ബ്രില്യൻറ്റ് ഗെയിമർ എന്ന് വീണ്ടും വീണ്ടും അക്ബർ പറയുന്നുണ്ട്. അത് തുടക്കം മുതൽ അവസാനം വരെയും പറയുന്ന ഒരേ ഒരു പോയിൻ്റാണ്.